അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പാർലേജി ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ളതാണ്. ഇപ്പം ഞാൻ 10 രൂപയുടെ 3 പാക്കറ്റ് പാർലേജി ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സാധാരണ കുട്ടികളൊന്നും അങ്ങനെ പാർലേജി ബിസ്ക്കറ്റ് കഴിക്കാറില്ല. അപ്പോൾ വളരെ വില കുറച്ച് വാങ്ങാൻ കിട്ടുന്നതാണ് ഈ പാർലേജി ബിസ്ക്കറ്റ്. അപ്പോൾ അത് വെച്ചിട്ടുള്ള സിമ്പിളായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണെന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 പാക്കറ്റ് പാർലേജി ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതിന് പൊട്ടിച്ച് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് പൊട്ടിച്ച് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 3 പാക്കറ്റ് പാർലേജി ബിസ്ക്കറ്റ് പൊട്ടിച്ചൊരു പാനിലേക്ക് ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാർലേജിക്ക് പകരം ക്രീമില്ലാത്ത ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ എന്താ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഈ ബിസ്ക്കറ്റ് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് നമ്മൾ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല കട്ടിയുള്ള പാൽ വേണം എടുക്കാനായിട്ട്. ഞാനിപ്പോൾ 250 ml കപ്പിന് 1.5 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. പാലെടുക്കുന്ന സമയത്ത് നല്ല കട്ടിയുള്ള പാൽ വേണം എടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ ഇത് സോഫ്റ്റ് ആയിട്ട് മാറും. പെട്ടെന്ന് തന്നെ ആ പാലെല്ലാം പിടിച്ചെടുത്ത് ബിസ്ക്കറ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് മാറും. ഫ്ലെയിം കൂട്ടിയിടരുത്. ഫ്ലെയിം കുറച്ചിട്ട് വേണം ഒന്ന് ഇളക്കി കൊടുക്കാൻ. ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. പെട്ടെന്ന് തന്നെ പാനിൽ നിന്ന് വിട്ട് കിട്ടും. മിക്സിയിലൊന്നും ഇട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ പാൽ ഒഴിക്കുമ്പോൾ തന്നെ ബിസ്ക്കറ്റ് അങ്ങ് കുതിർന്ന് സോഫ്റ്റായി മാറും. ഇപ്പോൾ കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ബിസ്ക്കറ്റ് എല്ലാം നല്ലോണം സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് തന്നെ വെക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പാൽപ്പൊടി ഇതിൻ്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ പാൽ ഒഴിച്ചതുകൊണ്ട് പാൽപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. പാൽപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തത്. നന്നായിട്ട് പാനിൽ നിന്ന് വിട്ട് വരണം. അതുവരെയും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ പ്രസ് ചെയ്ത് ഇളക്കി കൊടുക്കുക. ഗോതമ്പ് പൊടി ചേർക്കുന്ന സമയത്ത് കൂടി പോരുത്. ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. 1-2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടിയാണ്. സാധാരണ ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഏലക്കപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. കാരണം എന്ന് വെച്ചാൽ ഈ ബിസ്ക്കറ്റിൻ്റെ ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ബിസ്ക്കറ്റിൻ്റെ ആ ഒരു ഫ്ലേവർ അങ്ങ് മാറും. ഇപ്പോൾ കണ്ടില്ല, പാനിൽ നിന്ന് ഇതാ വിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാവുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അതുപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ പാൻ നല്ല ചൂടല്ലേ. അപ്പോൾ പാനിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂട് കൊണ്ട് ഇത് പെട്ടെന്ന് ഡ്രൈ ആയി പോകും. അതുകൊണ്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു കുക്കറിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിന് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഏത് കപ്പിലാണോ പഞ്ചസാര അളന്നെടുക്കുന്നത് അതേ കപ്പിൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 4 ഏലക്ക ഇതുപോലെ തല്ലി ചതച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഏലക്ക ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ച് ഏലക്കപ്പൊടി ആണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഈ പഞ്ചസാര എല്ലാം ഒന്ന് അലിഞ്ഞ് ഒട്ടുന്ന പരുവം ആകണം. പഞ്ചസാര എല്ലാം അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു നൂൽ പാവൊന്നും ആയി പോകരുത്. നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത് ഒരു ഒട്ടുന്ന പരുവാണ് വേണ്ടത്.
ജസ്റ്റ് ഇതിൻ്റെ ചൂട് മാറിയിട്ട് ഒന്ന് തൊട്ട് നോക്കുക. ഇതിൻ്റെ ചൂട് മാറിയിട്ട് ഒന്ന് തൊട്ട് നോക്കുക. തൊട്ട് നോക്കുന്ന സമയത്ത് ഒരു ഒട്ടൽ പോലെ, ജസ്റ്റ് തൊട്ട് നോക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ഒട്ടുന്നത് പോലെ തോന്നും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കുക. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഒരു നൂൽപ്പാവൊന്നും ആയി പോവരുത്. അപ്പം നമ്മൾ ഇതിൻ്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് കുറച്ച് സമയം, നമ്മൾ പഞ്ചസാര പാനി ഒന്ന് ഉരുക്കിയെടുക്കുന്ന സമയം മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ചൂട് ജസ്റ്റ് ഒന്ന് മാറിയിട്ട് ചെറിയ ചൂടേ ഉള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ആ കുഴച്ച് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ഒട്ടും സ്ക്രാച്ച് ഒന്നും ഇല്ലാതെ ഉരുട്ടിയെടുക്കുക. ഇപ്പം അതെല്ലാം ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഒട്ടും സ്ക്രാച്ച് ഒന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇനി ഇതൊന്ന് നമ്മൾ ഉരുട്ടി വെച്ച ഓരോ ഉരുളകളും ഇനി ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് എല്ലാ ഇപ്പം ഞാനിപ്പോൾ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ഒരു കടായി ഇതായി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ കുഴികളിലും കുറച്ച് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നെയ്ക്ക് പകരം നിങ്ങൾക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താലും മതി, കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഓരോന്നായിട്ട് കുഴികളിൽ ഇട്ട് കൊടുക്കാം. അപ്പം ഇങ്ങനെ ചെയ്തിട്ടെടുക്കുമ്പോൾ കുറച്ച് എണ്ണയുടെ നെയ്യുടെയും ഒക്കെ ആവശ്യമേ വരുള്ളൂ. നെയ്യിൽ ഇത് ചെയ്തിട്ടെടുക്കുമ്പോൾ നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരണം. അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് നല്ലതുപോലെ ഒന്ന് മൊരിച്ചെടുക്കാം. ഇപ്പോൾ രണ്ട് വശവും നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ണിയപ്പച്ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാം. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി പഞ്ചസാര പാനിയുടെ ചൂട് മാറിയിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര പാനി ഒന്ന് ചൂടാക്കി എടുക്കാം. ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയാൽ മതി. അപ്പോൾ പഞ്ചസാര പാനി ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തതെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ കുക്കറിൽ അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പഞ്ചസാര പാനിയൊക്കെ പിടിച്ച് നല്ല സോഫ്റ്റായി കിട്ടും. അതുകൊണ്ടാണ് കുക്കറിൽ പഞ്ചസാര പാനി റെഡിയാക്കി എടുത്തിട്ടുള്ളത്. മൂടി വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മളിത് കുക്കർ മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റായി. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇതെല്ലാം നല്ലോണം സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇപ്പം കടല നല്ലോണം വീർത്ത് നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. എല്ലാം പഞ്ചസാര പാനിയൊക്കെ പിടിച്ച് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുക്കറിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് ഇത് ഒരു 10 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ ഇത് റെഡിയായി കിട്ടും. അപ്പം നമ്മൾ സാധാരണ കുക്കറില്ല, നമ്മൾ പാത്രത്തിലാണ് പഞ്ചസാര പാനി റെഡിയാക്കി ഇട്ടത് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ വെക്കേണ്ടി വരും. ഇപ്പം കണ്ടല്ല നല്ല സോഫ്റ്റായിട്ട് വീർത്ത് റെഡിയായി കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പം പാർലിജി ബിസ്ക്കറ്റ് വെച്ചിട്ട് ഇതുപോലെ ഗുലാബ് ജാമുൻ തയ്യാറാക്കി നോക്കുക. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്